നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് കാൽപന്ത് ആവേശത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. ലോകം കാൽപന്താരവത്തിലേക്ക്. ഫുട്ബോൾ ലോകകപ്പിന് അല്പസമയത്തിനകം കിക്ക് ഓഫ്. വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചു. 12:30 മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിലെ മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക പോരാട്ടത്തോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമാവുക. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടി ചേരുന്നുണ്ട്. അനിൽ, അങ്ങനെ വർണ്ണാഭമായ തുടക്കമായിരിക്കുകയാണ്. നമുക്കറിയാം, നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നിതാ കായിക പ്രേമികൾക്കൊക്കെ ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ, അല്ലെ? തീർച്ചയായും 4 വർഷത്തെ കാത്തിരിപ്പിന്, ഫുട്ബോൾ പ്രേമികളുടെ ആ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. മറ്റൊരു ലോകകപ്പ് കാലം, പ്രത്യേകിച്ച് ഇത്തവണ അമേരിക്കയിലും മെക്സിക്കോയിലും ഒപ്പം തന്നെ കാനഡയിലുമായി, അതായത് നമ്മുടെ ഇന്ത്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങേ അറ്റത്ത് ഒരു പകലിൻ്റെ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറിൻ്റെയൊക്കെ മാറ്റമുള്ളത് കൊണ്ട് തന്നെ ഈ ലോകകപ്പ് മത്സരങ്ങളൊക്കെ തന്നെ പുലർച്ചെയാണ് നടക്കുന്നത്. അപ്പോൾ 3:30-ക്കും 6:30-ക്കും ഒക്കെ തന്നെ നടക്കുന്നത് കാലം തന്നെ ഈ രാത്രികൾ, ഇനിയുള്ള രാത്രികളിൽ നിന്നും തന്നെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഇട്ടുകൊണ്ട് ഇന്നത്തെ ലോകകപ്പിന് കിക്ക് ഓഫ് ആവുകയാണ്. മെക്സിക്കോ ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്ക പോരാട്ടത്തോടു കൂടിയാണ് ഈ മത്സരത്തിന് തുടക്കമാവുക. രാത്രി 12:30 മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ ഉദ്ഘാടന മത്സരത്തും. അതിനോട് മുന്നോടിയായിട്ടുള്ള വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. ആദ്യം മെക്സിക്കോയിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങളാണ് ഈ ലോകകപ്പിന് വേദിയാവുന്നത്: മെക്സിക്കോയും കാനഡയും അമേരിക്കയും. അതുകൊണ്ട് തന്നെ 3 രാജ്യങ്ങളും പ്രത്യേകം ഉദ്ഘാടന ചടങ്ങുണ്ടാകും. അതിൽ ആദ്യത്തേത് മെക്സിക്കോയിൽ വെച്ചാണ്. മെക്സിക്കോയിൽ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങായിരിക്കും. അതിന് തുടക്കമായിരിക്കുന്നു. അതിനും മെക്സിക്കോയുടെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ തന്നെ വിളിച്ചോതുന്ന തരത്തിലൊരു നൃത്തത്തോടു കൂടിയായിരുന്നു, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു നൃത്തത്തോടു കൂടിയായിരുന്നു ലോകകപ്പിന് തുടക്കമാവുന്നത്. അത് എല്ലാവരും കാത്തിരുന്ന ലോകകപ്പിൻ്റെ ആ ട്രോഫിയുടെ മാതൃകയിലുള്ള വലിയൊരു ബിംബം അത് ഉയർന്നു വന്നു സ്റ്റേഡിയത്തിൻ്റെ നടുക്ക് സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന്. അതിന് പിന്നാലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെക്സിക്കൻ പോപ്പ് ഗാൻ്റെ മാനയും ലോസ് ആഞ്ചലസ് എസ്യൂൾസും കൊളംബിയൻ സിംഗർ ജെ ബാൽവിനും അടക്കമുള്ളവരുടെ സംഗീത നിശ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ലോകം കാത്തിരുന്ന, അല്ലെങ്കിൽ ആരാധകർ കാത്തിരുന്ന ആ നിമിഷം എത്തിയത്. ഷക്കീറയും ബർണാബോയും എത്തിയത്. ഷക്കീറയ്ക്കായി തന്നെയാണ് ഈ ഉദ്ഘാടന ചടങ്ങിനായി ആരാധകർ കാത്തിരുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം നേരത്തെ 2010 ലോകകപ്പ് സമയത്ത് വക്ക വക്ക എന്ന ഗാനത്തോടുകൂടി ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പോപ്പ് ഗായികയാണ് ഷക്കീറ. അപ്പോൾ ഷക്കീറയിൽ നിന്ന് മറ്റൊരു ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ തന്നെ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. ധായ് ധായ് എന്ന് പറയുന്ന സോങ്ങിൻ്റെ ടീസർ വന്നത് മുതൽ വലിയ ആവേശത്തിലായിരുന്നു. അതിന് പിന്നാലെ ഫുൾ സോങ് എത്തി. ഇപ്പോൾ ആദ്യമായി ലോകകപ്പിൻ്റെ വേദിയിൽ ആ പാട്ട് അല്ലെങ്കിൽ ആ സംഗീതം അത് ആലപിച്ചിരിക്കുകയാണ് ഷക്കീറയും ബർണാബോയും ചേർന്ന്. ആവേശകരമായി, അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് കാണികൾ, ആരാധകർ അത് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഗംഭീര തുടക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ലോകകപ്പിന്. ഇനി കാത്തിരിപ്പാണ് മത്സരങ്ങൾക്കായി. 104 മത്സരങ്ങളാണ് ഇത്തവണ ആകെയുള്ളത്. അതിൻ്റെ ഒരു മിന്നും തുടക്കം തന്നെയായി മാറും മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക പോരാട്ടം എന്ന് നമുക്ക് കരുതാം. 2010 ലോകകപ്പിൽ ഇതേ 2 ടീമുകൾ, അതും ഒരു ജൂൺ 11-നായിരുന്നു, അന്ന് ഈ ടീമുകൾ ഏറ്റുമുട്ടിയതാണ്. അന്ന് ഒരു ഉഗ്രൻ മത്സരം, സമനിലയെങ്കിൽ പോലും 1-1 ഒരു ഉഗ്രൻ മത്സരം ആരാധകർക്ക് ലഭിച്ചതാണ്. അതുപോലൊരു അടിപൊളി മത്സരം തന്നെയാണ് ആരാധകർ ഇന്ന് മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിലും പ്രതീക്ഷിക്കുന്നത്. ഇത് ആ സ്റ്റേഡിയത്തിലെ ഈ മത്സരത്തിനും, മെസ്റ്റേക്ക സ്റ്റേഡിയത്തിലെ ഈ മത്സരത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇതാദ്യമായാണ് ഒരു സ്റ്റേഡിയം 3 ഓപ്പണിംഗ് മത്സരങ്ങൾക്ക് വേദിയാവുന്നത്. 3 തവണ ലോകകപ്പിന് തന്നെ വേദിയാവുന്നത് എന്ന തരത്തിലും മെക്സിക്കോ ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. അപ്പോൾ ആ സ്റ്റേഡിയത്തിന് മറ്റൊരു നേട്ടം കൂടി കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു. പെലെയുടെ ലോകകപ്പ് നേട്ടം, മറഡോണയുടെ ലോകകപ്പ് നേട്ടമൊക്കെ കണ്ട ആ വിശ്വവിഖ്യാതമായ സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു വർണ്ണാഭമായ തുടക്കം. ഇനി ഒരു ഗംഭീര മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇനി കൃത്യമായി പറഞ്ഞാൽ 50 മിനിറ്റോളം മാത്രമാണ് മത്സരത്തിൻ്റെ കിക്ക് ഓഫിനുള്ളത്. ലോകം കാൽപന്ത് ലഹരിയിൽ അണിയാൻ, അല്ലെങ്കിൽ ആ പന്തിൻ്റെ ആവേശത്തിലേക്ക്, ആ തുകൽപന്തിൻ്റെ പിന്നാലെ പായുന്ന ദിനങ്ങളാണ് ഇനിയുള്ള 39 ദിനങ്ങൾ. ശ്രീനിധി. ഇറാനെ ആക്രമിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഉന്നത നേതാക്കളുമായി ട്രംപ് ചർച്ച നടത്തി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉടൻ കരാറിലെത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് അല്പസമയത്തിനകം ചേരും. നേരത്തെ ട്രൂത്ത് സോഷ്യലിലൂടെ ഇന്ന് രാത്രി തന്നെ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു മുന്നറിയിപ്പ് പോലെ, ഇറാൻ ഒരു മുന്നറിയിപ്പ് പോലെ
യുദ്ധം അവസാനിപ്പിക്കില്ല, ഇനിയൊരു തുടർച്ചയാണ് ഇന്ന് രാത്രി ഉണ്ടാവുക എന്ന തരത്തിലൊക്കെ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഇന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇറാന്റെ ഉന്നത നേതാക്കളുമായി ട്രംപ് ചർച്ച നടത്തിയതിനു ശേഷം ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉടൻ കരാറിലെത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാനെ ആക്രമിക്കില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ്, ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഇന്നിനി ആക്രമിക്കില്ല എന്ന കാര്യം കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവന എന്നത് ഏറെ ആശ്വാസകരമാണ്. കാരണം ഉടൻ കരാറിലെത്തുമെന്ന കാര്യം കൂടി പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനം എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ സമാധാനം അരികെ എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഒരു തന്ത്രം മാത്രമാണോ ഇത് എന്ന കാര്യം കൂടി വരും മണിക്കൂറിൽ അറിയേണ്ടതുണ്ട്. ചർച്ചയിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കരാറിലെത്തുമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതുവരെ ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. റഹീസ്, ഇന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഇറാനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ചർച്ചകൾക്കൊടുവിൽ ആക്രമിക്കില്ല എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ട്രംപിന്റെ ഒരു തന്ത്രം മാത്രമാണോ, അല്ലെങ്കിൽ ചർച്ചകൾക്ക് ഒരു സമവായമായോ? ഇത് നിലവിൽ എന്തായാലും ഇറാനെ ആക്രമിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഈ ഘട്ടത്തിൽ വിശ്വസിക്കണം എന്ന് നമുക്ക് കരുതാം. ഇഘട്ടത്തിൽ വിശ്വസിക്കാമെന്ന് തന്നെ കരുതാം. കാരണം ഇതിന് മധ്യസ്ഥത വഹിച്ച അല്ലെങ്കിൽ ഇതുമായി സംസാരിച്ചിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപ് ആശയവിനിമയം നടത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ട് ഒരു വിശദമായ കുറിപ്പ് തന്നെയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അതൊരു ആശ്വാസകരമായ വിവരം തന്നെയാണ്. കാരണം രാത്രി ഇത്തരത്തിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു, അത് നേരം പുലരുമ്പോഴേക്കും ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അതിശക്തമായി ആക്രമിക്കുന്നു. പിന്നീട് അത് ഇങ്ങനെ പകൽ സമയം ഇറാന്റെ ആക്രമണം ഇങ്ങനെ തുടരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കണ്ടത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസമുള്ള വിവരമാണ്. എന്തായാലും ട്രംപ് പറയുന്നത് ഇറാന്റെ ഉന്നത നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഇറാൻ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇറാന്റെ ഭരണ തലവനെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അത് സൈനിക തലവനുമായി തന്നെയാണോ സംസാരിച്ചത് എന്നൊക്കെ നമുക്ക് അതിൽ നിന്നും വ്യാഖ്യാനിച്ചെടുക്കാം, വായിച്ചെടുക്കാനൊക്കെ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് രാത്രി ഏതൊക്കെ തരത്തിൽ ആക്രമണം പ്ലാൻ ചെയ്തിരുന്നോ, ബോംബിംഗ് പ്ലാൻ ചെയ്തിരുന്നോ, അതൊക്കെയും താൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നുകൂടി ട്രംപ് പറയുകയാണ്. ഈ ചർച്ചകളൊക്കെയും അവസാന പോയിന്റിലെത്തി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറയുന്നതാണ്. പക്ഷേ ഒരുപക്ഷെ ആ കരാറിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചന കൂടി നൽകുന്ന വാർത്താക്കുറിപ്പാണ്. ഏത് നിമിഷം ആ കരാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. പക്ഷെ അതുവരേക്കും ഈ തുടരുന്ന നാവിക ഉപരോധം തുടരും എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ തുടരുന്ന നാവിക ഉപരോധം അതുവരേക്കും തുടരും എന്നുകൂടി പറയുന്നു. എന്തായാലും ഈ പറയുന്ന ഇസ്രായേൽ, സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഈജിപ്റ്റ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളുമായും സംസാരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഈ UAEയുടെ ഈ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതിനിധി ഇന്ന് UAEയിൽ എത്തുക കൂടി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായും സംസാരിച്ചു. ഇതിൽ ഈ പറയുന്ന ലോകരാജ്യങ്ങളിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആഫ്റ്റർ എഫക്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ അഫക്ട് ചെയ്യുന്നു അവരൊക്കെയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെ ട്രംപ് പറയുന്നുണ്ട്. ഈ സമയത്ത് ഇതിനെ ഒരു ആശ്വാസകരമായ വിവരമായി തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് ഇറാനെ ആക്രമിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ഏറെ ആശ്വാസകരമായ വാർത്ത. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. UAE പൗരന്മാർക്ക് ഇനി പാപ്പുവ ന്യൂഗിനി സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. പാസ്പോർട്ട് മാത്രം ഉപയോഗിച്ച് 2 രാജ്യക്കാർക്കും ഇരു രാജ്യങ്ങളും സന്ദർശിക്കാം. നേരത്തെ ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ 2 രാജ്യങ്ങളും തമ്മിൽ കരാറിലെത്തിയിരുന്നു. 90 ദിവസം വരെ വിസയില്ലാതെ കഴിയാനാകുന്നതാണ് കരാർ. UAE പാസ്പോർട്ടിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതാണ് തീരുമാനം. വിവിധ ഇൻഡെക്സുകളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് UAEയുടേതാണ്. സൗദി അറേബ്യ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ റെയിൽവേ പദ്ധതിക്ക് തുടക്കം. തുർക്കിയുമായി ഒപ്പുവെച്ച കരാർ സൗദിയെ ലോകത്തിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമാക്കാനുള്ള വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമാണ്. ആഗോള വിതരണ ശൃംഖലയിൽ നിർണായക മാറ്റങ്ങൾക്കാണ് ഈ റെയിൽവേ പാത വഴിയൊരുക്കുന്നത്. സൗദി അറേബ്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകി ചരിത്രപരമായ ഒരു റെയിൽവേ കരാർ യാഥാർത്ഥ്യമാകുന്നു. സൗദിയും തുർക്കിയും തമ്മിൽ ഒപ്പുവെച്ച പുതിയ റെയിൽവേ പദ്ധതി അന്താരാഷ്ട്ര വാണിജ്യ പാതകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ഇടനാഴിയാകും.
ഒമാനിൽ തുടങ്ങി സൗദി അറേബ്യ, ജോർദാൻ, സിറിയ വഴിയാണ് ഈ പാത തുർക്കിയിലേക്ക് എത്തുന്നത്. നിലവിൽ ആഗോളതലത്തിൽ വാണിജ്യപാതകൾക്ക് ഭീഷണിയായ പല തടസ്സങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമാണ് ഈ പദ്ധതി. രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയും ഭദ്രതയും മുതലെടുത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക്സ് ഹബ്ബായി സൗദിയെ മാറ്റാൻ ഈ പാത സഹായിക്കും. എണ്ണേതര കയറ്റുമതി വർദ്ധിപ്പിക്കാനും ആഗോള നിക്ഷേപകരെ ആകർഷിക്കാനും ഇതിലൂടെ സൗദിക്ക് സാധിക്കും. കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിലും വലിയൊരു മുതൽക്കൂട്ടാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ വാണിജ്യ ഭൂപടത്തിൽ സൗദി അറേബ്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്ന ഒരു കാൽവെപ്പാണിത്. 24 ജിദ്ദ. പുതിയ ഡിജിറ്റൽ സാമ്പത്തിക സംരംഭങ്ങൾക്ക് അംഗീകാരം നൽകി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്ലോബൽ ടാലന്റ്, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് സംരംഭങ്ങൾ. 50ാമത് ICPC വേൾഡ് ഫൈനൽസിന് ദുബായ് വേദിയാകും. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വികസനത്തിനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്കുമുള്ള ഉന്നത സമിതിയുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്ലോബൽ ടാലന്റ്, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. സ്വകാര്യ മേഖലയിൽ ഏജന്റ് AI സ്വീകരിക്കുന്നതിന്റെ തോത് വർദ്ധിപ്പിക്കും. ബിസിനസ് സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്കും അംഗീകാരം ലഭിച്ചു. മികച്ച വിദ്യാർത്ഥി പ്രതിഭകളെ ആകർഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാമിംഗ് മത്സരങ്ങളിലൊന്നായ ഇന്റർനാഷണൽ കോളീജിയേറ്റ് പ്രോഗ്രാമിംഗ് കോൺടെസ്റ്റ് വേൾഡ് ഫൈനൽസിന്റെ 50ാമത് പതിപ്പിന് ദുബായ് ആതിഥേയത്വം വഹിക്കും. ദുബായ് അതിന്റെ വികസന യാത്രയിൽ ഒരു സുപ്രധാന പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. കൃത്രിമ ബുദ്ധി സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ബിസിനസ് മത്സരശേഷി ശക്തിപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്നും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്കും ഭാവി വ്യവസായങ്ങൾക്കുമുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായിലെ 2,95,000 കമ്പനികളെ ശാക്തീകരിക്കുക, അടുത്ത 2 വർഷത്തിനുള്ളിൽ 100 സ്പെഷ്യലൈസ്ഡ് AI അസിസ്റ്റന്റുമാരെ വികസിപ്പിക്കുക, 50 ഏജന്റിക് AI കമ്പനികൾ സ്ഥാപിക്കുന്നതിനെ പിന്തുണയ്ക്കുക എന്നിവ ലക്ഷ്യമിടുന്ന ഏജന്റിക് AI പരിവർത്തന പരിപാടിയുടെ എക്സിക്യൂട്ടീവ് പ്ലാൻ യോഗത്തിൽ ഷെയ്ഖ് ഹംദാൻ അവലോകനം ചെയ്തു. 24 ദുബായ്. സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ പ്രവർത്തനം ആരംഭിച്ചു. റിയാദിൽ നിന്ന് ലണ്ടനിലേക്ക് ആദ്യ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്നു. വിഷൻ 2030ന്റെ ഭാഗമായി ആഗോളതലത്തിൽ വലിയ ലക്ഷ്യങ്ങളുമായാണ് പുതിയ വിമാന കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത്. സൗദിയുടെ ആകാശപാതയിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് റിയാദ് എയർ തങ്ങളുടെ ആദ്യ സർവീസ് പൂർത്തിയാക്കിയത്. റിയാദിലെ കിങ് ഖാലിദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടൻ ഹീത്രൂവിലേക്കാണ് ആദ്യ വിമാനം പറന്നത്. ബോയിംഗ് 787-9 ഡ്രീം ലൈനർ വിമാനമാണ് ഇതിനായി ഉപയോഗിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളാണ് ഈ വിമാനത്തിലുള്ളത്. 4 ക്ലാസുകളിലായി മികച്ച യാത്രാ സൗകര്യവും ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും ഇതിലുണ്ട്. 2023 റിയാദ് എയറിന്റെ പ്രഖ്യാപനം വന്നതും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ കീഴിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. വരും വർഷങ്ങളിൽ വലിയ വിപുലീകരണമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ജൂൺ 14 ജിദ്ദയിലേക്കുള്ള സർവീസ് ആരംഭിക്കും. ഇതിനു പിന്നാലെ ജൂൺ 18 ദുബായിലേക്കും ജൂൺ 25 കെയ്റോയിലേക്കും സർവീസുകൾ ആരംഭിക്കും. 2030 ലോകത്തിലെ 100-ലധികം നഗരങ്ങളിലേക്ക് റിയാദ് എയർ സർവീസ് നടത്തും. ഈ വർഷം അവസാനത്തോടെ തന്നെ 20 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് തുടങ്ങാനാണ് തീരുമാനം. ഈ പുതിയ വിമാന കമ്പനി സൗദിക്ക് നൽകുന്ന പ്രതീക്ഷകൾ വലുതാണ്. ഏകദേശം $20 ബില്യൺ സൗദിയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവരുമെന്നാണ് കണക്കുകൂട്ടൽ. കൂടാതെ നേരിട്ടും അല്ലാതെയും 2 ലക്ഷത്തോളം പേർക്ക് ഈ പദ്ധതിയിലൂടെ ജോലി ലഭിക്കുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓസ്ട്രേലിയയിൽ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ദുരുപയോഗം തടയാൻ കർശന നടപടി ആവശ്യപ്പെട്ട് വൺ നേഷൻ നേതാവ് പോളിൻ ഹാൻസൺ രംഗത്ത്. കോഴ്സ് ഹോപ്പിംഗ് വഴി അനധികൃതമായി രാജ്യത്ത് തുടരുന്ന വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ആശങ്കകൾ ചർച്ചയാവുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും റോയാനിൻ ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ദുരുപയോഗം തടയാൻ കർശന നടപടി വേണമെന്ന് വൺ നേഷൻ നേതാവ് സെനറ്റർ പോളിൻ ഹാൻസൺ ആവശ്യപ്പെട്ടു. ജൂൺ 9 പുറത്തിറക്കിയ മാധ്യമ പ്രസ്താവനയിലാണ് അവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ചില വിദേശ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചതിനു ശേഷം പുതിയ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച് ബ്രിഡ്ജിംഗ് വിസയുടെ സഹായത്തോടെ ഓസ്ട്രേലിയയിൽ തുടരുകയാണെന്നും ഹാൻസൺ ആരോപിച്ചു. കോഴ്സ് ഹോപ്പിംഗ് വഴി ചിലർ വ്യാജമെന്ന് അവർ വിശേഷിപ്പിച്ച കോഴ്സുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ചേർന്ന് ജോലി ചെയ്യുകയും
സർക്കാർ സേവനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ബ്രിഡ്ജിംഗ് വിസയിൽ കഴിയുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 13,000-ൽ നിന്ന് 1,07,000-ലേറെ ഉയർന്നതായും ഹാൻസൺ ചൂണ്ടിക്കാട്ടി. പഠനം ഉപേക്ഷിക്കുന്നവർക്ക് ഓസ്ട്രേലിയയ്ക്കുള്ളിൽ നിന്ന് വീണ്ടും പഠന വിസയ്ക്ക് അപേക്ഷിക്കാൻ അവസരം നൽകരുതെന്നും അപ്പീൽ നടപടികൾക്ക് നിയന്ത്രണം വേണമെന്നും വൺ നേഷൻ ആവശ്യപ്പെട്ടു. അതേസമയം ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കുടിയേറ്റ സംവിധാനത്തെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥി നയത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ പ്രസ്താവന വീണ്ടും കരുത്തേകുകയാണ്. റോയാനിൻ ജോൺസൺ, 24 ഓസ്ട്രേലിയ. കുട്ടികളെ രസിപ്പിക്കാൻ കൂടുതൽ ആകർഷണങ്ങളുമായി ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ വീണ്ടും എത്തുന്നു. ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പ് ജൂലൈ 2 മുതൽ ഓഗസ്റ്റ് 5 വരെ നടക്കും. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി ഡിയോൺ അൽദാന ആംഫി തിയേറ്ററുമായി സഹകരിച്ചാണ് സമ്മർ ടോയ് ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പ് ഒരുക്കുക. ജൂലൈ 2 മുതൽ ഓഗസ്റ്റ് 5 വരെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ ഫെസ്റ്റിവൽ നടക്കും. കഴിഞ്ഞ 2 പതിപ്പുകളുടെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ പരിപാടി. വിപുലീകരിച്ച ഇടങ്ങളും പുതിയ ഷോകളും ഇത്തവണത്തെ ഫെസ്റ്റിവലിൽ ഉണ്ടാകും. ജൂലൈ 15 മുതൽ 18 വരെ നടക്കുന്ന തത്സമയ നാടകം ദി ഹോണ്ടഡ് ഹൌസും ഇത്തവണത്തെ പ്രത്യേകതയാണ്. കൂടാതെ എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്നതിനായി പോപ്പി പ്ലേ ടൈം, പബ്ജി, ഷെർലക് ഹോംസ്, ലിറ്റിൽ എക്സ്പ്ലോറേഴ്സ്, ലാൻഡ് ബിപ്ലി, ബേബി ഷാർക്ക്, ഡിസ്നി പ്രിൻസസ്, മിക്കി മൗസ് തുടങ്ങിയവയുടെ പ്രകടനങ്ങളും ടോയ് ഫെസ്റ്റിവലിൽ ഉണ്ടാകും. ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ രാജ്യത്തെ പ്രമുഖ കുടുംബ പരിപാടികളിലൊന്നായി മാറിയിരിക്കുന്നുവെന്നും ഒരു പ്രധാന കുടുംബ വിനോദ കേന്ദ്രമെന്ന നിലയിൽ മേഖലയിൽ ബഹ്റൈന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും GCCയിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുമെന്ന് BTA CEO സാര അഹമ്മദ് ബുഹൈജി പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് www.bahrain.com സന്ദർശിക്കാം. 24 ബഹ്റൈൻ. ഭാവരാഗ താളങ്ങളുടെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് വിദ്യാർത്ഥികളുടെ ഭരതനാട്യ അരങ്ങേറ്റം ശ്രദ്ധേയമായി. ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നടന്ന പരിപാടി ഐമാക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ നൃത്തകലകളിൽ വിദഗ്ധയും ബഹ്റിനിലെ പ്രശസ്ത നൃത്താധ്യാപികയുമായ ശ്രീകല ശശികുമാറിന്റെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ശ്രദ്ധേയമായി. ബഹ്റിൻ മീഡിയ സിറ്റിയിൽ ഒരുക്കിയ പരിപാടിയിൽ ശ്രീകല ടീച്ചറുടെ ശിഷ്യരായ ദേവിക പ്രശാന്ത്, ഗൗരിപ്രിയ സുഭാഷ്, വൈക പ്രസൂൽ, ശിവാനി അരുൾ, ശ്രീലക്ഷ്മി ശശിധരൻ നായർ എന്നിവരുടെ അരങ്ങേറ്റമാണ് നടന്നത്. പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഐമാക് BMC ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രീലക്ഷ്മി ശശികുമാർ, അരങ്ങേറുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചടങ്ങ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫ്രാൻസിസ് കൈതാരത്ത് അരങ്ങേറുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുകയും പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ സർഗവാസനകളും വളർത്തിയെടുക്കണമെന്നും ഓർമ്മിപ്പിച്ചു. Our new generation has to face a lot of challenges. It is our duty and responsibility of the parents to make our children, to empower them to face the challenges in the modern world. That is what we are all encouraging our children to nourish their talents throughout their studies. സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായ ഈശ്വരനെയും ഗുരുവിനെയും സദസ്സിനെയും വണങ്ങി മനോഹരമായ ഗണേശസ്തുതിയുടെ നൃത്താവിഷ്കാരത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. 5 കുട്ടികളുടെയും അരങ്ങേറ്റം സദസ്സിന്റെ പ്രശംസ നേടിയതോടൊപ്പം അവിസ്മരണീയ മുഹൂർത്തങ്ങൾ കാണികൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. കാണികൾക്കായി ശ്രീകല ടീച്ചറിന്റെ ശിഷ്യരായ മറ്റു കുട്ടികളുടെ മനോഹരമായ വിവിധ നൃത്ത പരിപാടികളും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. കാണികളെ ആസ്വാദനത്തിന്റെ വിവിധ തലങ്ങളിലെത്തിച്ച ഒരു നൃത്തസന്ധ്യ തന്നെയായിരുന്നു പരിപാടി. ഏറ്റവും ഒടുവിൽ ഈശ്വരനും ഗുരുവിനും സദസ്സിനും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നടത്തിയ മംഗളം നൃത്തത്തോടുകൂടി പരിപാടിക്ക് തിരശീല വീണു. അരങ്ങേറ്റത്തിനോടനുബന്ധിച്ച് വേദിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഫ്രാൻസിസ് കൈതാരത്ത് ശ്രീകല ശശികുമാറിനെ മെമെന്റോ നൽകി ആദരിച്ചു. കൂടാതെ അരങ്ങേറ്റം കുറിച്ച് 5 വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മെമെന്റോ സമ്മാനിച്ചു. മറ്റു നൃത്ത പരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്കും നൃത്തപരിപാടി മനോഹരമായി നിയന്ത്രിച്ച അവതാരിക രജിത മനോജ് കുമാറിനും ചടങ്ങിൽ മെമെന്റോ സമ്മാനിച്ചു. ഇങ്ങനെയൊരു അരങ്ങേറ്റം നടത്താൻ തങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും നൽകിയ ശ്രീകല ശശികുമാറിന്റെ പ്രിയതമൻ ശശികുമാറിനുള്ള സ്നേഹസമ്മാനം ഫ്രാൻസിസ് കൈതാരത്ത്, രക്ഷിതാക്കൾ എന്നിവർ ചേർന്ന് ചടങ്ങിൽ സമ്മാനിച്ചു. ബഹ്റൈനിലെ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും അരങ്ങേറ്റം കാണാൻ എത്തിയിരുന്നു. 24 ബഹ്റൈൻ. കുവൈറ്റിൽ ഇന്ത്യൻ മാമ്പഴ മഹോത്സവം സമാപിച്ചു. ജൂൺ 1 മുതൽ 11 വരെ നീണ്ടുനിന്ന മേളയിൽ ഇന്ത്യയിലെ വൈവിധ്യമാർന്ന മാമ്പഴങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കുവൈറ്റിൽ ഇന്ത്യൻ മാമ്പഴ മഹോത്സവം സമാപിച്ചു.
ഇന്ത്യൻ എംബസിയും കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയും സംയുക്തമായാണ് മാമ്പഴ മഹോത്സവം സംഘടിപ്പിച്ചത്. ജൂൺ 1 മുതൽ 11 വരെ നീണ്ടുനിന്ന മേളയിൽ ഇന്ത്യയിലെ വൈവിധ്യമാർന്ന മാമ്പഴങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ സമാനതകളില്ലാത്ത രുചിയും മികച്ച ഗുണമേന്മയും കുവൈറ്റിലെ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും പരിചയപ്പെടുത്തുക എന്നതായിരുന്നു മേളയുടെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ ഉൽപ്പാദക രാജ്യമായ ഇന്ത്യയിലെ പ്രശസ്ത ഇനങ്ങളായ അൽഫോൺസോ, ബെങ്കനപ്പള്ളി, ദശേരി, കേസർ, ലാംഗ്ര, നീലം, ഫസ്ലി എന്നിവയും മല്ലിക, അമ്രപാലി തുടങ്ങിയ ഹൈബ്രിഡ് ഇനങ്ങളും മേളയിൽ പ്രധാന ആകർഷണങ്ങളായി. അവന്യൂസ് മാളിൽ നടന്ന സമാപന ചടങ്ങ് ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. More than 500 varieties of mangoes all across India. Welcome the importers in Kuwait, all importers in Kuwait who are interested to import more mangoes. Please get in touch with the Embassy of India and we will be able to connect you with exporters in India. വിവിധ ഇനം മാങ്ങകളും ഉപ ഉൽപ്പന്നങ്ങളും രുചിക്കാനുള്ള അവസരവും അവന്യൂസിൽ ഒരുക്കിയിരുന്നു. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനൊപ്പം സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മേളയ്ക്ക് തുടക്കമായി. 70% വരെ വൻ വിലക്കുറവോടെ 21 ദിവസം നീളുന്ന അൺലിമിറ്റഡ് ഓഫറുകളാണ് ലുലു ഒരുക്കിയിരിക്കുന്നത്. മാസ്റ്റർ കാർഡ് ഉപയോക്താക്കൾക്ക് സ്മാർട്ട് ടിവികൾക്ക് 15% വരെ അധിക ഡിസ്കൗണ്ട് ലഭിക്കും. ഫുട്ബോൾ പ്രേമികൾക്കായി ഫിഫ അംഗീകൃത ജേഴ്സികൾ, ബൂട്ടുകൾ എന്നിവയെല്ലാം ഏറ്റവും ലാഭകരമായ വിലയിൽ സ്വന്തമാക്കാം. റൊണാൾഡോയുടെ പ്രശസ്തമായ ഹെഡർ റെക്കോർഡ് തകർക്കാൻ അവസരമൊരുക്കുന്ന കൗതുകകരമായ ചലഞ്ചും ആകർഷകമായ സമ്മാനങ്ങളും ലുലുവിൽ കാത്തിരിക്കുന്നുണ്ട്. ജൂൺ 30 വരെയാണ് സ്പെഷ്യൽ ഓഫർ. ഫോബ്സ് മിഡിൽ ഈസ്റ്റ് പട്ടികയിൽ ഇടം നേടി മലയാളി മാർക്കറ്റിംഗ് പ്രൊഫഷണൽ വി നന്ദകുമാർ. ഫോബ്സ് മിഡിൽ ഈസ്റ്റ് പ്രസിദ്ധീകരിച്ച മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ CMOs ഓഫ് 2026 പട്ടികയിലാണ് ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ ഇടം പിടിച്ചത്. 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് പട്ടിക പ്രസിദ്ധീകരിക്കുക. വിവിധ മേഖലകളിലുള്ള മുൻനിര സ്ഥാപനങ്ങളിലെ 101 മാർക്കറ്റിംഗ് പ്രൊഫഷണലുകളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട മാധ്യമ, മാർക്കറ്റിംഗ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് രംഗത്തെ അനുഭവ സമ്പത്തുള്ള നന്ദകുമാർ കഴിഞ്ഞ 26 വർഷമായി ലുലു ഗ്രൂപ്പിനൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്കൊപ്പം അടുത്തു പ്രവർത്തിച്ച അദ്ദേഹം ഗ്രൂപ്പിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ വി നന്ദകുമാർ ഫോബ്സ് മിഡിൽ ഈസ്റ്റ് 2020 പ്രസിദ്ധീകരിച്ച പട്ടികയിലും ഇടം നേടിയിരുന്നു. 2 പതിപ്പുകളിലും അംഗീകാരം നേടുന്ന അപൂർവ നേട്ടമാണ് വി നന്ദകുമാർ കൈവരിച്ചിരിക്കുന്നത്. മാറുന്ന കാലത്തെ വായനയും പ്രവാസവും എന്ന വിഷയത്തിൽ സൗദിയിലെ ബുറൈദയിൽ ആൽക്കമീഡിയ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ മുഖപത്രമായ പ്രവാസി റിസാല പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ചർച്ച സംഘടിപ്പിച്ചത്. RSC അൽ ഖസീം സോൺ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പ്രവാസ ലോകത്തെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സോൺ ചെയർമാൻ യാസീൻ ഫാലി അധ്യക്ഷതയിൽ നടന്ന ഈ സംഗമം നൌഫൽ മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു. സുഫിയാൻ ഇർഫാനി പ്രമേയ പ്രഭാഷണം നടത്തി. ഷിഹാബ് പൂക്കിപ്പറമ്പ്, നിസാമുദ്ദീൻ ഹിക്കമി തുടങ്ങിയ വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ സംസാരിച്ചു. മലേഷ്യൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും എഡ്യൂക്കേഷൻ മലേഷ്യ ഗ്ലോബൽ സർവീസസിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്റ്റഡി ഇൻ മലേഷ്യ എക്സ്പോയ്ക്ക് മികച്ച പ്രതികരണം. തിരുവനന്തപുരം വിവാന്ത ഹോട്ടലിൽ നടന്ന ഉന്നത വിദ്യാഭ്യാസ എക്സ്പോയിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. EMGS റീജിയണൽ മാനേജർ സയ്യിദ് മൊഹസിൻ അൽകാഫ് എക്സ്പോയെ അഭിസംബോധന ചെയ്തു. മലേഷ്യയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ മികച്ച പഠനാവസരങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നൂർ അസ്ലീന ബിൻ അബ്ദുൽ റഹബുദ്ദീൻ, ജൂനിയർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് യമുന രാമകൃഷ്ണൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ട്രിച്ചിയിൽ നടന്ന എക്സ്പോയും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. മലേഷ്യയിലെ പ്രമുഖ സർവകലാശാലകൾ എക്സ്പോയിൽ നേരിട്ട് പങ്കെടുത്തു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രൗഡ് ഓഫ് UAE സെലിബ്രേഷൻ ജൂൺ 13 നടക്കും. വൈകിട്ട് 7 മുതൽ അബുദാബി IIC ഹാളിലാണ് പരിപാടി. UAEയുടെ അസാധാരണമായ വികസന നേട്ടങ്ങളെ ആദരിക്കുകയും
രാജ്യത്തിന്റെ പുരോഗതിയെ ശക്തിപ്പെടുത്തുന്ന അടിസ്ഥാന മൂല്യങ്ങളെ ആഘോഷിക്കുകയും ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ UAE സഹിഷ്ണുത സഹവർത്തിത്വ വകുപ്പ് മന്ത്രി ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹ്യാൻ ബിൻ അൽ മുബാറക് അൽ നഹ്യാൻ, UAE ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങി സർക്കാർ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു. ഇന്ത്യയും അറബ് ലോകവും തമ്മിലുള്ള സൗഹൃദത്തെ പ്രതിഫലിപ്പിക്കുന്ന സാംസ്കാരിക സംഗീത നിശയും പരിപാടിയിലുണ്ടാകും. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.